അങ്ങനെ വരുന്ന വിവരങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഈ വിഷയത്തിൽ SITയുടെ അന്വേഷണ റിപ്പോർട്ട് 2-3 ദിവസത്തിനുള്ളിൽ നൽകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കുറ്റകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ തന്നെ സന്ദീപ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി സ്വാഭാവികമായി വരും. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. അത് വിളിച്ചു വരുത്തി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അത് തിരുത്താൻ നിർബന്ധിക്കുകയും അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ കൂടിയുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. ഉറപ്പായും അങ്ങനെ ചെയ്യുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം ആദ്യത്തെ നടപടി ഉണ്ടായതിനു ശേഷം ആ ഉദ്യോഗസ്ഥനെ നിയന്ത്രിച്ച ആളുകൾക്കെതിരെയുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും കാണാനാണ് ഞങ്ങളുടെ തീരുമാനം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അടിയന്തരമായ നടപടി ഇതിനാവശ്യമാണ്. ആദ്യത്തെ ആവശ്യം ഈ SITയുടെ റിപ്പോർട്ടിൻ പ്രകാരം എന്ത് നടപടിയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കിയതിന് ശേഷം ഈ റിപ്പോർട്ട് തിരുത്താൻ അതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ചില ഉദ്യോഗസ്ഥരുണ്ട്, ചില ADGP ആയിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതെ, അങ്ങനെ തന്നെയാണ്. അറിയാമല്ലോ, സ്വാഭാവികമായി കഴിഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ നടന്ന അന്വേഷണമാണ്. അതിൽ ഒരു സാമാന്യ നീതിയോ സാമാന്യ മര്യാദയോ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ കൂടി അതിൽ പ്രതി ചേർക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അങ്ങനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അങ്ങനെ വേണ്ടിവരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ നിയമവിദഗ്ധരുമായും നേതൃത്വവുമായി ആലോചിച്ചിട്ട് വേണം അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാനെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അത് ഒന്ന് കൂടിയാലോചിച്ചതിന് ശേഷം അത് തീരുമാനമെടുക്കാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.